റബ്ബർ ഒരു ദീർഘകാല നാണ്യവിളയാണ്. അതിനാൽ വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ മരം മുറിച്ചു മാറ്റുന്നതുവരെയുള്ള വിളപരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് നീണ്ടകാല സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടയാക്കും. ഈ റബ്ബർ മരം ശ്രദ്ധിക്കൂ. ശാഖകളില്ലാതെ വളരെ ഉയരത്തിലേക്ക് വളർന്നു പൊങ്ങിയിരിക്കുന്നു. തായ്തടിക്ക് വലിയ വണ്ണം ഇല്ലെന്ന് മാത്രമല്ല, ഇലച്ചാർത്തും അധികമില്ലെന്ന് കാണാം. ഇത്തരം മരങ്ങൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള വണ്ണം ഉണ്ടായിരിക്കുകയില്ല. കറ ഉൽപാദനം എക്കാലവും കുറവായിരിക്കും. ഉൽപാദനം ലാഭകരമല്ലെന്നത് പോകട്ടെ, മികച്ച തടിവിലയും ഈ മരങ്ങൾ നേടിത്തരുന്നില്ല. ഇത് നമുക്ക് പറ്റിയ ഗുരുതരമായൊരു അശ്രദ്ധയും തെറ്റുമാണ്. ഈ മരം ശ്രദ്ധിക്കൂ. ശരിയായ ഉയരത്തിൽ ബലമേറിയ ശാഖകൾ ഇതിനുണ്ട്. അതിനാൽ തായ്തടിക്ക് പ്രായത്തിനനുസരിച്ച മികച്ച വണ്ണം ഉണ്ടായിരിക്കും. ഇവ നൽകുന്ന ഉൽപാദനം കൂടി ശ്രദ്ധിക്കണം. വെട്ടുപട്ടയുടെ നീളം വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഇത്രയധികം സാമ്പത്തിക പ്രാധാന്യം ശിഖരങ്ങളുടെ രൂപീകരണത്തിനും വിന്യാസത്തിനുമുണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ. സാധാരണയായി റബ്ബർ തൈ നട്ട് 2ാം വർഷം മുതലാണ് ശിഖരങ്ങൾ ഉണ്ടാകുന്നത്. തറനിരപ്പിൽ നിന്ന് 8 മുതൽ 10 അടി വരെയുള്ളതാണ് ആദ്യ ശിഖരങ്ങൾ ഉണ്ടാകേണ്ട ശരിയായ ഉയരം. ഈ പ്രായത്തിൽ ശിഖരങ്ങൾ സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിൽ അവ കൃത്രിമ മാർഗത്തിലൂടെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് 10 അടി നീളമുള്ള മുളംതണ്ട്, സ്റ്റൂൾ, നീണ്ട ഒരു തോട്ടി, വലിയ റബ്ബർ ബാൻഡുകൾ എന്നിവയാണ്. തൈകൾ 10 അടി ഉയരമെത്തിയിട്ടും ശിഖരങ്ങൾ ഇല്ലാത്തതാണോ, മേൽത്തട്ടിലെ ഇലകൾ മൂപ്പെത്തിയതാണോ എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇനി തോട്ടി ഉപയോഗിച്ച് തൈയുടെ മുകളറ്റം ചായ്ച്ചു കൊണ്ടുവരണം. ഇലകൾ ശ്രദ്ധാപൂർവം മടക്കി അഗ്രമുകുളം സൂര്യപ്രകാശമേൽക്കാതെ പൊതിഞ്ഞു പിടിക്കുക. ഇത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് അധികം മുറുകാതെ ബന്ധിക്കുക. ഇനി ഇലച്ചാർത്തിനെ സ്വതന്ത്രമാക്കുക. ഇതാണ് ഇലമടക്കൽ അഥവാ ലീഫ് ഫോൾഡിംഗ് ടെക്നിക്. സാധാരണ 2 ആഴ്ചകൾക്കുള്ളിൽ പുതിയ ശാഖാമുകുളങ്ങൾ ഉണ്ടാകും. അപ്പോൾ റബ്ബർ ബാൻഡ് അഴിച്ചുവിടണം. പുതിയ ശിഖരങ്ങൾ നാമ്പെടുക്കുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണിത്. ഇവിടെ മുകുളങ്ങൾ ശിഖരങ്ങളായി വളർന്നു വന്നതായി കാണാം. 4 ദിശകളിലേക്കും വളർന്നു വരുന്ന ശിഖരങ്ങൾ മരങ്ങൾക്ക് ശരിയായ ബാലൻസ് ഉറപ്പുവരുത്തുന്നു. മികച്ച ഇലച്ചാർത്ത് അഥവാ കാനപ്പിയും സമ്മാനിക്കുന്നു. ശരിയായ ഉയരത്തിൽ ശിഖരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ പ്രാധാന്യമേറിയതാണ് അതിനു താഴെയുള്ളവ യഥാസമയം നീക്കം ചെയ്യുന്നത്. വളരെ താഴ്ന്ന ശിഖരങ്ങൾ ടാപ്പിങ്ങിനുള്ള തായ്തടിയിലെ പട്ടയുടെ ലഭ്യത കുറയാനിടയാക്കുന്നു. ഈ രൂപത്തിലുള്ള ശിഖരങ്ങൾ നല്ലതല്ല. ശക്തിയായ കാറ്റിൽ ഇവ നെടുകെ പിളർന്ന് മരം തന്നെ നശിച്ചു പോകാനിടയുണ്ട്. മികച്ച കറി ഉൽപാദനവും മേൽത്തരം തടി ലഭ്യത നൽകുന്ന സാമ്പത്തിക അധിക ലാഭവും ആവർത്തന കൃഷി തുടരാൻ നമ്മെ സഹായിക്കുന്നു. റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം പരിചരണങ്ങൾ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. ഇത് ഒരു ദീർഘകാല വിളയായതിനാൽ തെറ്റ് സംഭവിച്ചാൽ ഫലപ്രദമായി തിരുത്തുക അത്ര എളുപ്പമല്ല, ശിഖരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രത്യേകിച്ചും.